പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മോദതാൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിനും നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. മർത്യനു നിത്യമഹോന്നതമാം
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആവർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊതുവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളെല്ലാവരും ഇരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിലുള്ള വായന 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്നവ ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. തൻ്റെ നാമം വൃഥ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. സാബത്ത് പരിശുദ്ധമായി ആചരിക്കണമെന്ന് ഓർക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശികളോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിവസത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അയൽക്കാരനെതിരായി വ്യാജം നൽകരുത്, അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയോ മറ്റെന്തെങ്കിലും മോഹിക്കരുത്. ദൈവമായ കർത്താവിനെ സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ സ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും മൂലമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊതുവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് റോമർക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നിയമധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കുമെന്ന് മോശ എഴുതുന്നു. വിശ്വാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആരു കയറുമെന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആര് ഇറങ്ങുമെന്ന് പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും
നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണ് എന്ന അധർമ്മ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗികളുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6, 60 മുതലുള്ള തിരുവചനങ്ങൾ. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റുകൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ സമാപന വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. 6-ാമത്തെ അധ്യായം വിശുദ്ധ കുർബാനയെക്കുറിച്ച് അല്ലെങ്കിൽ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഭാഗമാണ്. ഈ ഒരു അധ്യായത്തെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വിശുദ്ധ കുർബാനയുടെ ഒരു വലിയ പാഠമായിട്ട് നമുക്കതിനെ കാണാം. ഈ ഒരു അധ്യായത്തിലാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഈശോ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. അപ്പോൾ ജീവൻ്റെ അപ്പമായിട്ട് തന്നെ ഈശോ അവതരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് തൊട്ട് വരുന്ന വചനമാണ്, ഞാൻ നിത്യജീവൻ്റെ വചസ്സാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ 2 കാര്യങ്ങളാണ് ഈശോ പറയുക. ഒന്ന്, നിത്യജീവൻ്റെ അപ്പം ഞാനാണ്. നിത്യജീവൻ്റെ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭക്ഷിക്കുന്നവരാരും മരിക്കുകയില്ല, അവൻ എന്നേക്കും ജീവിക്കുമെന്ന് സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നിത്യജീവൻ്റെ വചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കുന്നവൻ അല്ലെങ്കിൽ എന്നെ വായിക്കുന്നവൻ, എന്നെ ഉൾക്കൊള്ളുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. അപ്പോൾ കർത്താവ് സ്വയം നമ്മോട് പറയുന്നൊരു കാര്യം, ഞാൻ നിത്യജീവൻ്റെ അപ്പമാണ്, നിത്യജീവൻ്റെ വചസ്സാണ്. അതുകൊണ്ടാണ് വളരെ പ്രസിദ്ധമായ ഈ തിരുവചനം 63-ാമത്തെ വചനമുള്ള, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ഈ ഒരു സുവിശേഷത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ, വെല്ലുവിളികളിൽ
നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുന്നത് പോലെ തന്നെ നമുക്കറിയാം, നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരു വലിയ ആത്മീയമായ സന്തോഷവും ആത്മീയമായ ഒരു ആശ്വാസവും നമുക്ക് ലഭിക്കും. എന്തെങ്കിലും വിഷമതകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ കുർബാനയിൽ വന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരു വലിയ ആശ്വാസവും സന്തോഷവും നമുക്ക് അനുഭവിക്കും. ഇതുപോലെ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിലൂടെ ഒരു വലിയ ആശ്വാസം കണ്ടെത്തണമെന്നാണ് യോഹന്നാൻ ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. കാരണം അവൻ നിത്യജീവൻ്റെ വചസ്സാണ്. അപ്പോൾ നിത്യജീവൻ്റെ അപ്പം വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്നത് പോലെ തന്നെ നിത്യജീവൻ്റെ വചസ് വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ നമുക്ക് ലഭിക്കും. ഇത് നമുക്കൊരു തിരിച്ചറിവുണ്ടാകേണ്ടതാണ്, ഒരുപോലെ നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ അപ്പം മുറിക്കൽ ശുശ്രൂഷയും വചനം മുറിക്കൽ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയിലുള്ളത്. വിശുദ്ധ കുർബാനയിൽ ആകെ 2 ഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന് വചനം മുറിക്കൽ ശുശ്രൂഷ, അതാണ് ഈ ബേമയിൽ വെച്ച് നടക്കുന്നത്, ഈ വചനപീഠത്തിൽ വെച്ച് നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അപ്പം മുറിക്കൽ ശുശ്രൂഷയാണ്, അതാണ് അൾത്താരയിൽ വെച്ച് നടക്കുന്നത്, ബലിപീഠത്തിൽ വെച്ച് നടക്കുന്നത്. ഇങ്ങനെ 2 ഭാഗങ്ങളെ വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൂ. ഈ 2നെ പിന്നീട് തിരിക്കുന്നതായിട്ടാണ് 8 ഭാഗങ്ങളായിട്ട് പല മേഖലകളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് വിശുദ്ധ കുർബാന പുസ്തകത്തിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അപ്പം മുറിക്കൽ ശുശ്രൂഷയും വചനം മുറിക്കൽ ശുശ്രൂഷയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് സഭ പറയുന്നത് ദ സേക്രഡ് സ്ക്രിപ്ചർ ആൻഡ് സേക്രഡ് ട്രഡീഷൻ. സേക്രഡ് സ്ക്രിപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വചനമാണ്. സേക്രഡ് ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പമാണ്, വിശുദ്ധ കുർബാനയാണ്. ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് അപ്പം മുറിക്കുന്നു. പലപ്പോഴും പലരുടെയും ഒരു ചിന്തയുണ്ട്, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വെറുതെ ഒന്ന് കുർബാനയിൽ പങ്കെടുത്ത് ആ പാട്ടിലും പ്രാർത്ഥനയിലും പങ്കെടുത്തുകൊണ്ട് അവസാനം അച്ഛൻ്റെ ഒരു വെട്ട് വാങ്ങിച്ച് പോകലാണ്. അതല്ല. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അതായത് ഈശോയെ സ്വീകരിക്കുകയാണ്. അപ്പോഴാണ് ആ അപ്പം മുറിക്കൽ ശുശ്രൂഷ അതിൻ്റെ ഭാഗമായിട്ട് മാറുക. ഞാൻ ഒരിക്കൽ നിങ്ങളോട് സൂചിപ്പിച്ചു, വിരുന്നിന് ക്ഷണിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ പോകണമെങ്കിൽ ആ ക്ഷണിച്ചവനോട് എന്തെങ്കിലും മുറുമുറുപ്പ് വന്നവനുണ്ടാകണം. അപ്പോഴാണല്ലോ നമ്മളൊക്കെ കാണിക്കാറ്, എന്ത്, ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ പോരുക, ഞാൻ പോകും പക്ഷേ ഭക്ഷണം കഴിക്കില്ല. കാരണം അവൾ അല്ലെങ്കിൽ അവൻ എന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോകും, വിളിച്ചതല്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും. ഇതുപോലൊരു ചിന്താഗതിയാണോ, അല്ലെങ്കിൽ ഇതുപോലൊരു കാട്ടിക്കൂട്ടലാണോ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ട് വിരുന്ന് സ്വീകരിക്കാതെ പോകുന്നത്? അപ്പോൾ യോഗ്യതയോടുകൂടി നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിരുന്ന് സ്വീകരിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഇത് തന്നെയല്ലേ നമ്മൾ കുടുംബത്തിൽ ചെയ്യുന്നത്? ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. എത്ര കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എത്ര തിരക്കുണ്ടെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കണം. എനിക്ക് ഒരു കടയൊക്കെ നടത്തുന്ന ഒരു ചേട്ടനുണ്ട്, പരിചയമുള്ളത്. ആ ചേട്ടൻ 10 മണിയാവും കടയൊക്കെ അടച്ച് വീട്ടിൽ വരാൻ. കുട്ടികൾ ആ സമയങ്ങളിൽ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് അല്ലെങ്കിൽ ട്യൂഷനൊക്കെ വിട്ട് തിരിച്ച് വന്ന് അവർക്ക് വിശക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ കഴിക്കും, അത്യാവശ്യം ഒരു വിശപ്പൊക്കെ മാറ്റും. അത് കഴിഞ്ഞ് അവർ പഠിക്കാനിരിക്കും. അത് കഴിഞ്ഞ് അപ്പൻ വന്നതിന് ശേഷം അപ്പൻ ഉടനെ ഒന്ന് കുളിച്ച് റെഡിയായി ഉടനെ പ്രാർത്ഥനയ്ക്കിരിക്കും. അങ്ങനെ പ്രാർത്ഥനയ്ക്കിരുന്ന് അത് കഴിഞ്ഞ് ഉടനെ ഭക്ഷണം കഴിക്കും. അപ്പോൾ അപ്പൻ കടയടച്ച് വരാൻ വേണ്ടി കാത്തിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കുടുംബ പ്രാർത്ഥന ചൊല്ലുകയാണ്. അത് കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സ്നേഹമുള്ളവരെ, എത്ര തിരക്കുണ്ടെങ്കിലും എത്ര വൈകിയാണെങ്കിലും കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ചിരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ അതാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ. അത് മറ്റൊരു വിശുദ്ധ ബലിയാണ് കുടുംബത്തിലെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, ഇവിടെ ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുന്നതാണ് ബലിയർപ്പണം. ഇതേപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ഭക്ഷണവുമാണ് വീട്ടിലെ വിശുദ്ധ ബലിയെന്ന്. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഈശോയെ സ്വയം വിശേഷിപ്പിക്കുന്നു, നിത്യജീവൻ്റെ അപ്പമാണ് ഞാൻ, നിത്യജീവൻ്റെ വചനമാണ് ഞാൻ. അപ്പോൾ ഒരു വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുകയും
ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കുകയും വേണം. ചില വീടുകളിലൊന്നും വിശുദ്ധ ഗ്രന്ഥ പാരായണമില്ല. കുടുംബ പ്രാർത്ഥനയോടുകൂടി ജസ്റ്റ് വന്നു പ്രാർത്ഥിച്ചു, പെട്ടെന്ന് പരിപാടി അവസാനിപ്പിച്ചു, വേഗം അടുത്ത പരിപാടിയിലേക്ക് അല്ല. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. ഒരുമിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ എഴുന്നേറ്റ് പോകാവൂ. ചില വീടുകളിൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൂടുമ്പോൾ നമുക്കറിയാം, എല്ലാം കഴിഞ്ഞ് ഒരു ഭാഗം എടുത്ത് സുവിശേഷം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് എടുത്ത് വായിക്കും. ചിലർ ഒരു അധ്യായം തന്നെ വായിക്കുന്നത് കാണാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ അധ്യായങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുന്നത് കാണാം. സ്നേഹമുള്ളവരെ, ഈ വചനം, ഈ അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ശക്തിയാണെന്ന് തിരിച്ചറിയണം. അങ്ങനെയാണ് പത്രോസും കൂട്ടനും പറഞ്ഞത്, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? എൻ്റെ ആകുലതകളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ ഉത്കണ്ഠകളിൽ, അസ്വസ്ഥതകളിൽ ഞാൻ ആരുടെ അടുത്തേക്ക് പോകും? ഈശോയുടെ അടുത്തേക്ക് പോകും. അവനിലാണ് എനിക്ക് ആശ്രയമുള്ളത്. നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലാണല്ലോ എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. കാരണം അവർക്ക് മനസ്സിലായി അപ്പം വർദ്ധിപ്പിച്ചത് എങ്ങനെയാണെന്ന്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ഓരോ വിശുദ്ധ കുർബാനയിലും, ഓരോ കുടുംബ പ്രാർത്ഥനയിലും, ഓരോ വചനത്തിൻ്റെ വായനയിലും അവൻ നമ്മെ സൂക്ഷിക്കുന്നുണ്ട്, അവൻ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്, അവൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു. ഈ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തെയും വിശുദ്ധ കുർബാനയെയും കുടുംബ പ്രാർത്ഥനയെയും ഒരുമിച്ചുള്ള ഭക്ഷണത്തെയും തമ്പുരാൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. അവിടെ എല്ലാ ഇണക്കങ്ങളും എല്ലാ പിണക്കങ്ങളും എല്ലാം സംഭവിക്കണം. അതോടുകൂടി തീരുകയും വേണം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ടെങ്കിലും അവിടെ തീരണം. അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തിട്ട് വരിക. ഇതുകൊണ്ടാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അതൊരു വിരുന്നാണ്. അവിടെ വചനം പങ്കുവെക്കുന്നുണ്ട്, അപ്പം മുറിക്കുന്നുണ്ട്. ഈ ഒരു വലിയ ബോധ്യത്തിൽ വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, അവിടുത്തെ തിരുവചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. എൻ്റെ ആത്മാവിൻ്റെ ജീവനായി, എൻ്റെ ജീവിതത്തിൻ്റെ ജീവനായി ഈശോ എന്നും കൂടെയുണ്ടെന്ന് ഉറപ്പ് വരണം. നമുക്ക് അനുഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നൊരാൾ ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവ് മാർ തോമസ് ലീഹായുടെ മാതൃക അനുസരിച്ച് സത്യവിശ്വാസത്തിനു വേണ്ടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പവിത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്ത കർത്താവേ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരും ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. തിരുമേനിടവുമിതാ
പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ ന്യാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസ് പിതാവിൻ്റെയും സ്മരണം വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടി വിജയമരിച്ച നീതിമാന്മാരുടെയും മകടും ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവം, പിതാവിന്റെ കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തെറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെ ആശീർവദിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ, കാവലുമാരാക്കന്മാരെ, വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാകിസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദര സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ചേർച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഇവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടും കൂടി കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ.
സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായ യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മേനും അരുമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠമിത്രാപുലിതാക്കും മാർ ആൻഡ്രൂസ് മിത്രാപുലിതാക്കും മാർ പോളിമിത്രാനും പുരോഹിതന്മാർ ശംശാനമർ സമർപ്പിതൻ അൽമായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്ത്ര വരി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലയ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും ഇവരുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊതുവിധം എന്നോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ
നമുക്കെല്ലാവർക്കും ഭക്തധർമ്മങ്ങളോടെ സമീപിക്കാം. അനന്താവത്തിൽ വാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സുഖത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാവചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിനന്ദങ്ങളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെ നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവരാഗ്യവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങള മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ
വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നീടാം ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയിടുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഈ നിർബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ നിറഞ്ഞുകൂടാ.